നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. H. സലാം MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M. ലിജു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തി വന്നിരുന്ന ആലപ്പുഴ ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ക്ലബ്ബുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ്ബ് ജേതാക്കളായി. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ തൊഴിൽ മേളയായ വിജ്ഞാന കേരളത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 വർഷം മുന്നിൽ കണ്ടുള്ള വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിവിധ ജില്ലയിലെ 41 മണ്ഡലങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ച തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. H. സലാം MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക, വാഹന പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന തൊഴിലാളി ദ്രോഹ നടപടികളും ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ ധർണ CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 എന്ന പുതിയ പേരിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. കാര്യമായൊരു ചർച്ച പോലും സംഘടിപ്പിക്കാതെ പാസാക്കപ്പെട്ട നിയമമാണ്. ആ നിയമത്തിന്റെ ഓരോ ഭാഗം വായിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത, ഏത് ആംഗിളിലേക്ക് നമ്മൾ ആ നിയമത്തെ നോക്കിയാലും അവിടെയെല്ലാം തൊഴിലാളി കുറ്റക്കാരാകുന്നു എന്ന നില കാണാൻ പറ്റും. മോട്ടോർ വാഹനമാകുമ്പോൾ സ്വാഭാവികം അപകടങ്ങൾ അതിന്റെ ഭാഗമായി ചില സംഭവിക്കാം. അത് സംഭവിച്ചാൽ ഓരോ മോട്ടോർ വാഹന അപകടത്തിന്റെയും കുറ്റം ആ അപകടത്തിന്റെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വാഭാവികമായും നിയമത്തിന് മുമ്പാകെ വരുമ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. എന്നാൽ പുതിയ നിയമ ഭേദഗതിയുടെ ഭാഗം വായിച്ചു നോക്കിയാൽ മോട്ടോർ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റക്കാരൻ ഡ്രൈവർ മാത്രം എന്ന നിലയിലേക്കുള്ള ഭേദഗതി ഇതിനകത്ത് കാണാൻ പറ്റും. ഏരിയ പ്രസിഡന്റ് MM ഷെരീഫ് ധർണയിൽ അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S. വിനയചന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റെജി ബലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ BJ ബിജു, C. ഷാജി, KV സുധാകരൻ, ഏരിയ ഭാരവാഹികളായ സമീഷ്, സിദ്ധാർത്ഥ്, PJ ബിജു എന്നിവർ സംസാരിച്ചു. അസംഘടിത മേഖലയിൽ ലക്ഷക്കണക്കിന് മോട്ടോർ തൊഴിലാളികൾക്ക് PF ESI പരിരക്ഷ നൽകുവാൻ കേന്ദ്ര സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി ചെയ്തതോടെ ഭയരഹിതരായി തൊഴിലാളികൾക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. അനിയന്ത്രിതമായ പെട്രോൾ, ഡീസൽ, സ്പെയർ പാർട്സ് വർധന തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും
ഊബർ, ഓല തുടങ്ങിയ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കുന്നതായും ധർണയിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M. ലിജു. കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്നും എന്നാൽ ആ പ്രവാസികൾക്ക് രാജ്യവും സംസ്ഥാനവും വേണ്ട പരിഗണന നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് M. ലിജു അഭിപ്രായപ്പെട്ടു. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികൾ കൂടാതെ ക്ഷേമ പെൻഷൻ അനുവദിക്കുക, പുനരധിവാസ പദ്ധതികൾ ലളിതവും സുതാര്യവുമാക്കുക, 2024 ബഡ്ജറ്റിൽ നിർദ്ദേശിച്ച പെൻഷൻ വർധന ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രംഗം അത്ര ശക്തമല്ലെങ്കിലും സാമൂഹിക ഘടകങ്ങളിൽ വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, മറ്റ് സാമൂഹിക ഘടകങ്ങളിലും കേരളം നേടിയ വളർച്ചയുടെ യഥാർത്ഥ കാരണം തങ്ങളുടെ യൗവനവും ജീവിതവും വിദേശങ്ങളിൽ ഒരിടത്തിൽ ഹോമിക്കുക തന്നെ ചെയ്ത പ്രവാസികൾ അയച്ച പണമാണ് കേരള സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് നമ്മുടെ നാടിന് നല്ല സ്കൂളുകളുണ്ടായത്, നല്ല ആരോഗ്യ സ്ഥാപനങ്ങളുണ്ടായത്, വീടുകൾ ഓല മാറി ഓടായത്, പിന്നീട് വാർക്ക കെട്ടിടങ്ങളായത്, പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കഴിച്ചത്, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. അങ്ങനെ കേരള സമ്പദ് വ്യവസ്ഥയിലെ അടിത്തറ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് പ്രവാസികളാണ്. പക്ഷേ ആ അടിത്തറ സൃഷ്ടിച്ച പ്രവാസികൾക്ക് ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും ആവശ്യമായ പിന്തുണ നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണയിൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ, A. ഷുക്കൂർ, MJ ജോബ്, കോൺഗ്രസ് അമ്പലപ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് CV മനോജ് കുമാർ, ബഷീർ കോയാപ്പറമ്പൻ, മാത്യു കൂടാരത്തിൽ, UM കബീർ, ഉണ്ണികൃഷ്ണൻ, IT സലാം, ഫസീല ബീഗം, മുഹമ്മദ് ഗുൽഷൻ, ഷാജി ജമാൽ, ഇക്ബാൽ നൂറുദ്ദീൻ, യൂസഫ് കുഞ്ഞ്, സത്താർ, സുരേഷ് ബാബു, സുരേഷ് കുമാർ, ജോസ് ജോർജ്, നിസാർ അമ്പലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഉപാധ്യക്ഷൻ J. നാസർ സ്വാഗതം പറഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവും പ്രവാസി അവകാശ ധർണയിൽ ഉന്നയിച്ചു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. A+ കരസ്ഥമാക്കിയ 4 പേരും 6 A+ കരസ്ഥമാക്കിയ 10 പേരും നിങ്ങളുടെ ബാച്ചിന്റെ ഭാഗമായി മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് സാധ്യമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറവായി കണക്കാക്കേണ്ട കാര്യമില്ല. അത് ഏതെങ്കിലും വല്ല ഒരു ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായി സംഭവിച്ചൊരു ബ്രേക്ക് ആയിരിക്കും. പക്ഷെ പഠനം എന്നുള്ളത് പ്രായവ്യത്യാസമില്ലായും ജീവിതത്തിന്റെ ഏത് തലത്തിലേക്ക് എത്തിയാലും അതിന് തുടർന്ന് മുന്നോട്ട് പോകുക എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഔദ്യോഗികമായ പഠനത്തിന്റെ കാലത്ത് നമ്മളൊരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ മക്കളെ ചിന്തിക്കുന്നത്. 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ 17ാം ബാച്ചിലെ 76 പേരും വിജയിച്ചിരുന്നു. ഇവരിൽ 7 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 58 വയസ്സുകാരി കാക്കാഴം ഈരേത്രയിൽ മോളിയാണ് മുതിർന്ന പഠിതാവ്. 18ാം ബാച്ചിൽ 107 പഠിതാക്കളാണുള്ളത്. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ് അധ്യക്ഷയായി. വിജയികളെയും അധ്യാപകരെയും MLA അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം K. മനോജ് കുമാർ, സെന്റർ കോർഡിനേറ്റർമാരായ N. പ്രകാശ് ബാബു, V. ഗിരിജ, അധ്യാപകരായ P. സുരേഷ് ബാബു, S. ശ്രീകുമാർ, R. നാരായണൻ, P. ജയലക്ഷ്മി, S. ജയേഷ് കുമാർ, S. ശ്രീജിത്ത്, നൌഫൽ, ശ്രീദേവി, ദിവേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തി വന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ്
ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ക്ലബ്ബുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ്ബ് ജേതാക്കളായി. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി നടത്തിവന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16ഓളം ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിന്റെ ഫൈനലിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി SM ചങ്ങനാശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബ് ACPL സീസൺ 7 ജേതാക്കളായി. ആലപ്പുഴ തിരുവമ്പാടി ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയിൽ നടത്തിയ ചടങ്ങിൽ ACPL രക്ഷാധികാരി അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ACPL പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി CT സോജി മുഖ്യാതിഥിയായി. സെക്രട്ടറി ബിലാൽ നിസാർ നന്ദി പറഞ്ഞു. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ തൊഴിൽ മേളയായ വിജ്ഞാന കേരളത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽ മേള വിജ്ഞാന ആലപ്പുഴ ST കോളേജിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിൽ ഇതിനകം കേരളം വലിയ പുരോഗതി നേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും വിജ്ഞാന സാന്ദ്രമായ വ്യാവസായങ്ങൾക്കും സേവനങ്ങൾക്കും ഊന്നൽ നൽകുന്നതും കാർഷിക മേഖലയെ നവീകരിക്കുന്നതും ഇതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് അവരുടെ യോഗ്യതകൾക്കും നൈപുണ്യങ്ങൾക്കും അനുസൃതമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ കൂടി ശ്രമിക്കുകയാണിപ്പോൾ. സ്വകാര്യ മേഖലയിൽ അത്തരം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന ദൗത്യമാണ് KDISCന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ തൊഴിൽ മേളയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തുടർന്നുള്ള മാസങ്ങളിൽ മറ്റു ജില്ലകളിലും സംസ്ഥാനാടിസ്ഥാനത്തിലും കൂടുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. ആവശ്യമെങ്കിൽ പ്രത്യേക കലണ്ടർ തയ്യാറാക്കി മിനി ജോബ് ഫെയറുകൾ നടത്താനും തീരുമാനമുണ്ട്. വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് തൊഴിൽ ലഭിച്ചവർക്കുള്ള ഉത്തരവുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. വേറൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചിട്ടില്ല. നമ്മൾ ഗവൺമെന്റിന്റെ മുൻകൈയിൽ തന്നെ അങ്ങനൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും വിജ്ഞാന കേരളം എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു. ഐസക് സാർ ഇന്നതിൻ്റെ ഏറ്റവും പ്രമുഖമായ ചുമതലയെടുത്ത് ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ആലപ്പുഴയിൽ തന്നെ അതിൻ്റെ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആവണം. എത്ര പേർ ITA പാസ്സായിട്ടുള്ളവരുണ്ട്, എത്ര പേർ ഓരോ ട്രേഡുമായി ബന്ധപ്പെട്ട് BTECോ അല്ലെങ്കിൽ MTECോ ഒക്കെ പാസ്സായിട്ടുള്ളവരുണ്ട്, മറ്റ് സാങ്കേതികമായ കഴിവുകളുള്ളവർ എത്ര പേരാണുള്ളതെന്ന് ഓരോ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ കണക്കെടുപ്പുകൾ അനിവാര്യമാണ്. ആ കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ ഓരോ ഇടങ്ങളിൽ സംഘടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ജോലി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തും. തീർച്ചയായും അതിന് എല്ലാ പിന്തുണയും പിൻബലവും നൽകും എന്ന് ഡോക്ടർ തോമസ് ഐസക് വളരെയധികം സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ TM തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ഡോക്ടർ PS ശ്രീകല, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. 25 വർഷം മുന്നിൽ കണ്ട് ഉള്ള വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിവിധ ജില്ലയിലെ 41 മണ്ഡലങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ച തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 25 വർഷം മുന്നിൽ കണ്ടുള്ള വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ച നൂറനാട് പുലിമേൽ ചുനക്കര ബണ്ട് റോഡിന്റെയും സംസ്ഥാനത്തെ 11 ജില്ലകളിൽ 41 അസംബ്ലി മണ്ഡലങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 93 തീരദേശ റോഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ വളരെ മോശമാണ്. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് അതിലേക്കാണ് നമ്മൾ കേന്ദ്രീകരിച്ചത്. കിഫ്ബി
95,000 കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തത്. അതിൽ 85,000 കോടിയുടെ പദ്ധതികൾ ഇപ്പോൾ നടപ്പായി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ PW റോഡുകൾ ഏകദേശം ഒരു 50-60% അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. BMNBC നിങ്ങളുടെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം PW റോഡുകളും നല്ല നിലവാരത്തിലേക്ക് മാറി. ഇനി ആകെ ചെയ്യാൻ 5 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ പണം മേടിച്ച മണ്ഡലങ്ങളൊന്നിതാണ്. മന്ത്രി അറിയണ്ട കേട്ടോ. അന്താരാഷ്ട്ര നിലവാരത്തിൽ എല്ലാ PW റോഡും മാറിയ മണ്ഡലം, ഏറ്റവും നല്ല മണ്ഡലം ഈ മാവേലിക്കര മണ്ഡലമായി മാറുന്നു. അത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന വികസനത്തിന് നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കിഫ്ബി വഴി പണം കണ്ടെത്തി അടിസ്ഥാന വികസനം നമ്മൾ വളരെ മുന്നിൽ നിൽക്കുകയാണ്. 5 ലക്ഷം ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന വിജ്ഞാന കേരള പദ്ധതി ഉദ്ഘാടനം ആലപ്പുഴയാണ്. 20,000-ഓളം ആൾ രജിസ്റ്റർ ചെയ്തു. ഇന്നിപ്പോൾ ഡോക്ടർ തോമസ് ഐസകോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3,000 ആൾക്ക് ഇന്ന് ജോലി കൊടുക്കാൻ പറ്റും. 250 കമ്പനികൾ വന്നിട്ടുണ്ട് ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, 2-3 കാര്യങ്ങൾ അത്യന്താപേക്ഷിത നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട. ഒന്ന്, മിനിമം കമ്പ്യൂട്ടർ വിജ്ഞാനം വേണം. എഞ്ചിനീയറും ഡോക്ടറായിട്ട് ജോലി കിട്ടണമെന്നില്ല, മിനിമം വേണം. കമ്പനിക്ക് ആവശ്യമായ സ്കില്ല് എന്താണ് അത് പഠിക്കണം. ചിലപ്പോൾ 6 മാസം 3 മാസം വേണ്ടി വരും. ഇപ്പം എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു കമ്പ്യൂട്ടർ പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ ആ കമ്പനിക്ക് 28 റോഡുകളാണ് ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത്. തീരദേശ മേഖലയുടെ സാമൂഹിക പശ്ചാത്തല വികസനം ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതി. സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എല്ലാ മേഖലയിലെയും സ്പർശിക്കുന്ന ബഹുമുഖ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാവേലിക്കര MLA MS അരുൺകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. H സലാം MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് M ലിജു പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M ലിജു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തി വന്നിരുന്ന ആലപ്പുഴ ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ക്ലബ്ബുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ്ബ് ജേതാക്കളായി. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ തൊഴിൽ മേളയായ വിജ്ഞാന കേരളത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 വർഷം മുന്നിൽ കണ്ടുള്ള വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിവിധ ജില്ലയിലെ 41 മണ്ഡലങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ച തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.